നമസ്കാരം. ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ശേഷം രാജ്യത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് $1,00,000 ഫീസ് ഈടാക്കാൻ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ഓപ്പറേഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് പ്രോഗ്രാമിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഈ നീക്കം US കമ്പനികൾക്കും ഇന്ത്യക്കാർക്കും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ബിരുദധാരികൾക്കും കടുത്ത തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. അമേരിക്കയിലെ പഠനത്തിനു ശേഷം താൽക്കാലിക ജോലിക്ക് അനുമതി നൽകുന്ന OPT പ്രോഗ്രാമിൽ പുതിയ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ആഭ്യന്തര ചർച്ചകൾ നടത്തുന്നത്. H-1B വിസകൾക്ക് ഫീസ് ഏർപ്പെടുത്തുവാനുള്ള മുൻനീക്കങ്ങൾക്ക് കോടതികളിൽ നിന്ന് തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിലാണ് നിലവിൽ അമേരിക്കയിൽ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് ഭരണകൂടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഉൾപ്പെടെ 4 ലക്ഷത്തിലധികം വിദേശ ബിരുദധാരികൾ ഉപയോഗപ്പെടുത്തുന്ന ഈ സൗകര്യത്തിന് വൻ തുക ചുമത്തുന്നതുവഴി വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് തടയുവാനാണ് US നീക്കം. വിദ്യാർത്ഥികളാണോ അതോ അവരെ നിയമിക്കുന്ന സ്ഥാപനങ്ങളാണോ ഈ തുക അടയ്ക്കേണ്ടതെന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ ഉത്തരവായിട്ടില്ലെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക അമേരിക്കയിൽ ജോലി ലക്ഷ്യമിടുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായിരിക്കും. കോഴ്സ് ഫീസിന് പുറമെ ഇത്രയും ഉയർന്ന തുക നൽകേണ്ടി വരുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനായി അമേരിക്ക തെരഞ്ഞെടുക്കുന്ന വിദേശികളുടെ എണ്ണം വൻതോതിൽ കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. വിദേശ വിദ്യാർത്ഥികളുടെ ഫീസിനെ ആശ്രയിക്കുന്ന അമേരിക്കൻ സർവകലാശാലകൾക്കും IT ഫിനാൻസ് മേഖലകളിലെ വൻകിട കമ്പനികൾക്കും ഈ നീക്കം വലിയ പ്രതിസന്ധിയായേക്കും. അതേസമയം വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് $1,00,000 ഫീസ് ഈടാക്കുവാനാണ് ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. മെഡ്ജുഗോറിയയിലെ ബോസ്നിയയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്ഷേപകരമായ ആക്രമണത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ സന്ദേശത്തിലൂന്നിയ പ്രതികരണവുമായി മെഡ്ജുഗോറിയ ഇടവക. വെറുപ്പിന് പകരം മരിയൻ ശൈലിയിലുള്ള പ്രതികരണമായ പ്രാർത്ഥന, ഉപവാസം, ക്ഷമ, സമാധാനം എന്നിവയ്ക്കായി വിശ്വാസികളോട് ഇടവക ആഹ്വാനം ചെയ്തു. പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മെഡ്ജുഗോറിയയിലെ മരിയൻ തിരുസ്വരൂപങ്ങൾ വികൃതമാക്കുകയും സെന്റ് ജെയിംസ് ദേവാലയത്തിലെ അൾത്താരയിൽ തീയിടുകയും ചെയ്ത സംഭവത്തിൽ മെഡ്ജുഗോറിയൻ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങളുടെ വെളിച്ചത്തിലുള്ള പ്രതികരണവുമായി മെഡ്ജുഗോറിയ ഇടവക. വെറുപ്പിന് പകരം മരിയൻ ശൈലിയിലുള്ള പ്രതികരണമായ പ്രാർത്ഥന, ഉപവാസം, ക്ഷമ, സമാധാനം എന്നിവയ്ക്കായി വിശ്വാസികളോട് ഇടവക ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ 40-ലധികം വർഷങ്ങളായി മെഡ്ജുഗോറിയയിൽ പരിശുദ്ധമ്മ നമ്മെ പഠിപ്പിച്ചു തന്ന രീതിയിൽ തന്നെ ഈ സംഭവത്തോട് പ്രതികരിക്കാൻ എല്ലാ വിശ്വാസികളോടും ഞങ്ങൾ പ്രത്യേകം ആഹ്വാനം ചെയ്യുന്നു. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ക്ഷമയിലൂടെയും ഈ പ്രവൃത്തി ചെയ്തവരുടെ ഹൃദയങ്ങളുടെ മനംമാറ്റത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ കൃപയാൽ അവരെ സ്പർശിക്കട്ടെയെന്നും നന്മയുടെ പാതയിലേക്ക് നയിക്കട്ടെയെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ സമാധാനമുണ്ടാകുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ വിളിയെ കൂടുതൽ ഗൗരവത്തോടെ പിന്തുടരാൻ ഈ സംഭവം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ സ്നേഹത്തിനും ക്ഷമയ്ക്കും പ്രത്യാശയ്ക്കും സാക്ഷ്യം വഹിക്കാനും സാധിക്കട്ടെയെന്നും ഇടവകയുടെ കുറിപ്പിൽ പറയുന്നു. ജൂലൈ 28-നാണ് മെഡ്ജുഗോറിയയിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപങ്ങൾ വികൃതമാക്കുകയും ഇംഗ്ലീഷിലും പോളിഷ് ഭാഷയിലും വിദ്വേഷപരമായ ചുവരെഴുത്തുകൾ നടത്തുകയും സെന്റ് ജെയിംസ് ദേവാലയത്തിലെ തുറസായ അൾത്താരയ്ക്ക് തീയിടുകയും ചെയ്തതടക്കമുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ഇടവക ജീവനക്കാരും ഒന്നിച്ചു ചേർന്ന് തിരുസ്വരൂപങ്ങൾ വൃത്തിയാക്കുകയും വിശുദ്ധ ജെയിംസിന്റെ ദേവാലയം പുനരുദ്ധരിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പരിശുദ്ധ മറിയത്തിന്റെ സന്ദേശത്തിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ച് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് വികൃതമാക്കിയ തിരുസ്വരൂപങ്ങളും സാരമായ കേടുപാടുകൾ സംഭവിച്ച സെന്റ് ജെയിംസ് ദേവാലയവും അതിവേഗം പുനരുദ്ധരിച്ച മെഡ്ജുഗോറിയ തീർത്ഥാടന കേന്ദ്രത്തിന്റെ നടപടി ഹൃദയഫലകങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട വിശ്വാസത്തെ വെറുപ്പിന്റെ ഒരു അഗ്നിക്കും മായ്ക്കാനാകില്ലെന്ന് ലോകത്തിനു മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നു. തന്റെ അമേരിക്കൻ വേരുകളെക്കുറിച്ചും കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും മനസ്സ് തുറന്ന് ലിയോ 14 മാർപ്പാപ്പ കാസൽ ഗാൻഡോൾഫായിലെ ഉദ്യാനത്തിൽ വെച്ച് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പായായ ലിയോ മാർപ്പാപ്പ സഭയെയും തന്റെ വ്യക്തിജീവിതത്തെയും കുറിച്ച് സംസാരിച്ചത്. കാസ്റ്റൽ ഗാൻഡോൾഫോയിൽ നടന്ന കാൻഡിക്കിൾ ഓഫ് പീസ് സംഗീത പ്രാർത്ഥനാ സംഗമത്തിന് ശേഷമാണ് ലയോ 14 പാപ്പ NBC അവതാരകൻ ടോം ലാമസുമായി സംഭാഷണം നടത്തിയത്. പാപ്പ എന്ന നിലയിൽ തന്റെ പ്രധാന ദൗത്യം സാർവത്രിക സഭയെ നയിക്കലും ലോകമെമ്പാടുമുള്ള മനുഷ്യരോട് സംസാരിക്കലുമാണെന്ന് പാപ്പ വ്യക്തമാക്കി. തന്റെ അമേരിക്കൻ വേരുകളെക്കുറിച്ചും കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞ പാപ്പ സഭയെയും തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുമാണ് സംസാരിച്ചത്. താൻ അമേരിക്കക്കാരനായ പാപ്പ എന്നതിലുപരി പാപ്പയായ അമേരിക്കക്കാരനെന്ന് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെന്നും
പാപ്പ കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ സ്വതന്ത്രബോധത്തെയും അവസരങ്ങളുടെ സാധ്യതകളെയും കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്ന പാരമ്പര്യത്തെയും പാപ്പ പ്രശംസിച്ചു. തന്റെ പൂർവികർ കുടിയേറ്റക്കാരായിരുന്നുവെന്നും അടിമ വ്യാപാരങ്ങളിൽ ഉൾപ്പെടുന്ന സങ്കീർണമായ ചരിത്ര പശ്ചാത്തലമുണ്ടെന്നും ഓർമ്മിപ്പിച്ചു. ഇത്തരം വ്യത്യസ്ത അനുഭവങ്ങളാണ് രാജ്യത്തിന്റെ വൈവിധ്യത്തെയും കരുത്തിനെയും കുറിച്ച് മനസ്സിലാക്കാൻ തന്നെ സഹായിച്ചതെന്നും പാപ്പ പറഞ്ഞു. കുടിയേറ്റക്കാരുടെ അന്തസ്സും സംരക്ഷണവും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ പാപ്പ അടുത്ത വർഷങ്ങളിൽ തന്നെ അമേരിക്ക സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇതിനായുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഒരുമിച്ച് പാടിയ പ്രാർത്ഥനാ സംഗമം നൽകിയ മാനസിക സന്തോഷം പങ്കുവച്ചാണ് അഭിമുഖം അവസാനിച്ചത്. കായികരംഗത്തിലൂടെ യുവതലമുറയിലേക്ക് ക്രിസ്തീയ സന്ദേശം എത്തിച്ച് അമേരിക്കയിലെ ജോർജിയയിൽ വൻ സുവിശേഷ റാലി നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 600ഓളം വിദ്യാർത്ഥികളും പരിശീലകരും പങ്കെടുത്തു. 120ഓളം വിദ്യാർത്ഥികളായ കായിക താരങ്ങൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതായി സംഘാടകർ. കായികരംഗത്തിലൂടെ യുവതലമുറയിലേക്ക് ക്രിസ്തീയ സന്ദേശമെത്തിച്ച് അമേരിക്കയിലെ ജോർജിയയിൽ വൻ സുവിശേഷ റാലി സംഘടിപ്പിച്ചു. കായികക്ഷമതയ്ക്കൊപ്പം ആത്മീയ മൂല്യങ്ങളും വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകാൻ ലക്ഷ്യമിട്ടാണ് ജോർജിയയിലെ ഹാസൽഹേഴ്സ്റ്റ് ഫസ്റ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ചും സ്ട്രെങ്ത് ഓഫ് എ ചാമ്പ്യൻ മിനിസ്ട്രിയും ചേർന്ന് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് സംഘടിപ്പിച്ചത്. ജോർജിയയിലെ 6 കൗണ്ടികളിൽ നിന്നുള്ള മിഡിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളും കായിക പരിശീലകരും സംഗമത്തിൽ പങ്കെടുത്തു. സംഗമത്തിൽ പങ്കെടുത്ത 120ഓളം വിദ്യാർത്ഥി കായിക താരങ്ങൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് ക്രിസ്തുവിശ്വാസത്തിലേക്ക് കടന്നുവന്നതായി സംഘാടകർ അറിയിച്ചു. ദൈവവചന പ്രഘോഷണവും സൗഹൃദ കൂട്ടായ്മയും നടന്ന വേദി ആദിമ ക്രൈസ്തവ സമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. കായികരംഗം സുവിശേഷ പ്രഘോഷണത്തിനുള്ള മികച്ച മാധ്യമമാണെന്നും യുവതലമുറയെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ പരിശീലകർക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്നും പ്രമുഖ മുൻ NFL താരം ജേക്ക് ഫ്രോം തന്റെ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തി. ദൈവരാജ്യ വ്യാപ്തിക്കും ക്രിസ്തീയ സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനുമായി സഭ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ റാലിയെന്ന് പാസ്റ്റർ ബ്രാഡ് വാട്ടേഴ്സ് വ്യക്തമാക്കി. ക്രിസ്തുവിനെ സ്വീകരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ബൈബിളുകൾ വിതരണം ചെയ്തതായും ഇവരുടെ ആത്മീയ വളർച്ച ഉറപ്പാക്കാൻ സഭയുടെ നേതൃത്വത്തിൽ തുടർന്നുള്ള പരിശീലനങ്ങൾ നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 98-ാം വയസ്സിൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് അമേരിക്കൻ 2ാം ലോക മഹായുദ്ധ സൈനികൻ ആരിസോണ സ്വദേശിയായ റേമൺ മാർട്ടിനാണ് ജീവിത സായാഹ്നത്തിൽ കത്തോലിക്ക സഭയിൽ അംഗമായത്. 98-ാം വയസ്സിൽ കത്തോലിക്ക സഭയിൽ അംഗമായി 2ാം ലോക മഹായുദ്ധത്തിലെ വെറ്ററൻ സൈനികൻ അമേരിക്കയിലെ അരിസോണയിൽ നിന്നുള്ള റേമൺ റേ മാർട്ടിൻ സീനിയർ എന്ന പോലീസുകാരനാണ് ജീവിത സായാഹ്നത്തിൽ മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭാംഗമായി തീർന്നത്. അന്തരിച്ച കത്തോലിക്ക വിശ്വാസിയായ ഭാര്യയുടെ ഓർമ്മകളും പ്രാർത്ഥനകളുമാണ് 98-ാം വയസ്സിൽ തന്നെ സഭയിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ ഒക്കിനാവയിലും ഫിലിപ്പീൻസിലും പോരാടുകയും പിന്നീട് 27 വർഷക്കാലം ഇല്ലിനോസിയിൽ പോലീസ് ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത വ്യക്തിയാണ് റേമൺ മാർട്ടിൻ. അന്തരിച്ച ഭാര്യ ആൻമേരിയുടെ തീക്ഷ്ണമായ ക്രൈസ്തവ ജീവിതമാണ് റൈമണ്ടിനെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ആകർഷിച്ചത്. ഭാര്യയോടൊപ്പം പതിവായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ജപമാല ചൊല്ലുകയും ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം മാമോദീസ സ്വീകരിച്ചിരുന്നില്ല. അടുത്തിടെയുണ്ടായ പക്ഷാഘാതത്തെ തുടർന്ന് കത്തോലിക്ക സഭയിൽ ചേരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച റെയ്മണ്ടിന് അരിസോണയിലെ പരിചരണ കേന്ദ്രത്തിൽ വെച്ച് ഫാദർ എഡ്സൺ എലിസാർഡസ് ആണ് ജ്ഞാനസ്നാനവും സ്ഥൈര്യലേപനവും നൽകിയത്. ചടങ്ങിൽ കുടുംബാംഗങ്ങളും പരിചാരകരും സാക്ഷികളായി. ജ്ഞാനസ്നാന സ്വീകരണത്തിന് ശേഷം സന്തോഷാശ്രുക്കളോടെയാണ് റെയ്മണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. വിശുദ്ധ ക്രിസ്റ്റഫറിനെ തന്റെ മധ്യസ്ഥനായി സ്വീകരിച്ച റേമണ്ടിന് വിശുദ്ധ കുർബാന വീട്ടിലെത്തിച്ചു നൽകുവാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദൈവകൃപയും വയലിൽ ഒളിഞ്ഞിരുന്ന നിധി പോലുള്ള ക്രൈസ്തവ വിശ്വാസവും 98-ാം വയസ്സിൽ കണ്ടെത്തിയ സന്തോഷത്തിലാണ് ഈ വൃദ്ധനായ യോദ്ധാവ്. ദൈവവിളി സ്വീകരിക്കാൻ പ്രായമൊരു തടസ്സമല്ലെന്ന് തെളിയിക്കുന്ന റേമണ്ടിന്റെ ആത്മീയ യാത്ര വലിയൊരു സാക്ഷ്യമായി മാറുകയാണ്. ചൊവ്വയുടെ മണ്ണിൽ വീണ്ടും കൗതുകം നിറച്ച് നാസയുടെ കണ്ടെത്തൽ. തേൻകൂട് പോലെ തോന്നിക്കുന്ന വിചിത്രമായ ഭൂപ്രകൃതിയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ക്യൂരിയോസിറ്റി റോവർ കണ്ടെത്തിയത്. ചുവന്ന ഗ്രഹത്തിന്റെ പഴയകാല രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന പുതിയ തെളിവായാണ് ശാസ്ത്രലോകം ഈ കണ്ടെത്തലിനെ കാണുന്നത്. ചൊവ്വയുടെ മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു രഹസ്യം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ചൊവ്വയെന്ന ചുവന്ന ഗ്രഹത്തിന്റെ മണ്ണിൽ തേൻകൂട് പോലെ തോന്നിക്കുന്ന വിചിത്രമായ രൂപങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് നാസയുടെ ക്യൂരിയോസിറ്റി റോവർ. ചൊവ്വയിൽ ഒരിക്കൽ വെള്ളമുണ്ടായിരുന്നോ, ജീവന് അനുയോജ്യമായ സാഹചര്യം ഉണ്ടായിരുന്നോ എന്നറിയാനുള്ള പഠനങ്ങൾക്കിടെയാണ് ഈ പുതിയ കണ്ടെത്തൽ. കണ്ണെത്താ ദൂരത്തോളം തേനീച്ച കൂടുകളുടെ മാതൃകയിൽ പരന്നുകിടക്കുന്ന അതിവിശാലമായ പ്രദേശമാണ് റോവർ കണ്ടെത്തിയിരിക്കുന്നത്. വാലെ ഗ്രാൻഡെ എന്ന ചൊവ്വയിലെ താഴ്വരയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് റോവർ ഈ പ്രത്യേക പ്രദേശം കണ്ടെത്തിയത്. ചെറിയ
ചെറിയ ചെറിയ ആകൃതിയിലുള്ള വിള്ളലുകൾ ചേർന്നതാണ് ഈ പ്രദേശം. ഇതിനു മുമ്പും ചൊവ്വയിൽ സമാനമായ രൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും വലിയ പ്രദേശത്ത് ഒരുമിച്ച് കാണുന്നത് ഇതാദ്യമാണ്. റോവർ പകർത്തിയ 360 ഡിഗ്രി ചിത്രങ്ങളിൽ ഈ തേൻകൂട് പോലെയുള്ള രൂപങ്ങൾ വ്യക്തമായി കാണാം. 6 മീറ്ററോളം ഉയരമുള്ള മിറാഫ്ലോർസ് എന്ന പാറക്കെട്ടിന് ചുറ്റുമാണ് ഈ പ്രത്യേക ഭൂപ്രദേശം കണ്ടെത്തിയത്. ഈ രൂപങ്ങൾ എങ്ങനെ ഉണ്ടായതാണ് എന്നറിയാനുള്ള പഠനത്തിലാണ് ശാസ്ത്രജ്ഞർ. ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇതുവരെ നിരവധി രഹസ്യങ്ങൾ ക്യൂരിയോസിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും കൃത്യമായ രീതിയിൽ ആവർത്തിക്കുന്ന ഈ രൂപങ്ങൾ ശാസ്ത്രജ്ഞരിലും കൗതുകമുണർത്തുകയാണ്. ഈ തേൻകൂട് പോലെയുള്ള ഘടനകൾ എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള പഠനത്തിലാണ് ഗവേഷകർ. പുരാതന കാലത്ത് ചൊവ്വയിലുണ്ടായിരുന്ന ജലത്തിന്റെ സാന്നിധ്യവുമായി ഇതിന് ബന്ധമുണ്ടാകാമെന്നാണ് ഒരു വിലയിരുത്തൽ. വെള്ളം വറ്റിയ ശേഷം ഉണങ്ങിയ ചെളിയിലുണ്ടായ വിള്ളലുകളാകാം ഇവയെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കണ്ടെത്തലിന് പിന്നിൽ ചൊവ്വയിലെ കാലാവസ്ഥാ മാറ്റങ്ങളോ ഭൂഗർഭ സമ്മർദ്ദങ്ങളോ കാരണമാകാമെന്നാണ് പുതിയ നിഗമനങ്ങൾ. ചൂടും തണുപ്പും മാറി മാറി അനുഭവപ്പെട്ട കാലഘട്ടങ്ങൾ, അല്ലെങ്കിൽ മണ്ണിനടിയിൽ നിന്ന് ജലം പുറത്തേക്ക് നീങ്ങിയുണ്ടായ മാറ്റങ്ങൾ, ഇവയെല്ലാം ശാസ്ത്രജ്ഞർ പരിശോധിച്ചു വരികയാണ്. ചൊവ്വയുടെ പഴയ കാലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ ഈ പുതിയ കണ്ടെത്തൽ സഹായിക്കുമെന്നാണ് നാസയുടെ പ്രതീക്ഷ. മൊറോക്കോയിൽ നിന്നും ആയിരക്കണക്കിന് അഭയാർത്ഥികൾ അതിർത്തി കടന്ന് സ്പെയിന്റെ അധീനതയിലുള്ള ക്യൂട്ട നഗരത്തിലേക്ക് കൂട്ടത്തോടെ കടന്നുകയറിയതിനെ തുടർന്ന് പ്രദേശത്ത് കടുത്ത സുരക്ഷാ പ്രതിസന്ധി ഉടലെടുത്തു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനും സുരക്ഷ ഉറപ്പാക്കാനും സ്പാനിഷ് സർക്കാർ മേഖലയിൽ സൈന്യത്തെ വിന്യസിക്കുകയും പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് അടിയന്തര ഇടപെടൽ നടത്തുകയും ചെയ്തു. മൊറോക്കയിൽ നിന്ന് ആയിരക്കണക്കിന് അഭയാർത്ഥികൾ അതിർത്തി കടന്ന് സ്പെയിനിന്റെ അധീനതയിലുള്ള ക്യൂട്ട നഗരത്തിലേക്ക് കൂട്ടത്തോടെ കടന്നു കയറിയതിനെ തുടർന്ന് പ്രദേശത്ത് കടുത്ത സുരക്ഷാ പ്രതിസന്ധി ഉടലെടുത്തു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുവാനും സുരക്ഷ ഉറപ്പാക്കുവാനും സ്പാനിഷ് സർക്കാർ മേഖലയിൽ സൈന്യത്തെ വിന്യസിക്കുകയും പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് അടിയന്തര ഇടപെടൽ നടത്തുകയും ചെയ്തു. മൊറോക്കയോട് ചേർന്ന് നിൽക്കുന്ന സ്പാനിഷ് പ്രദേശമായ ക്യൂട്ടായിലെ താരാജൽ തീരം വഴിയും അതിർത്തി വേലികൾ തകർത്തും ആയിരക്കണക്കിന് ആളുകളാണ് ചുരുങ്ങിയ മണിക്കൂറിനുള്ളിൽ നഗരത്തിലേക്ക് കടന്നു കയറിയത്. കടൽമാർഗം നീന്തിയും താൽക്കാലിക ഫ്ലോട്ടിലാകളും ഉപയോഗിച്ചാണ് ഭൂരിഭാഗം പേരും എത്തിയത്. അതിർത്തി കടക്കുവാനുള്ള ശ്രമത്തിനിടെ നിരവധി പേർ മുങ്ങി മരിച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചു. പ്രാദേശിക അഭയാർത്ഥി ക്യാമ്പുകൾ നിറഞ്ഞു കവിഞ്ഞതോടെ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരികയും നഗരത്തിൽ വലിയ ആശയക്കുഴപ്പവും അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യവും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. സ്ഥിതിഗതികൾ കൈവിട്ടുപോയതോടെ ക്യൂട്ട പ്രാദേശിക ഭരണകൂടം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സ്പാനിഷ് സർക്കാർ അതിർത്തി സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പ്രാദേശിക പോലീസിനെയും സിവിൽ ഗാർഡ്സിനെയും സഹായിക്കുന്നതിനായി വൻ സൈനിക വ്യൂഹത്തെ പ്രദേശത്തേക്ക് അയക്കുവാൻ സ്പാനിഷ് സർക്കാർ ഉത്തരവിട്ടു. ഇതിനോടൊപ്പം അനധികൃത കുടിയേറ്റക്കാരുടെ കടന്നുകയറ്റം തടയുന്നതിനായി മൊറോക്കൻ അധികൃതരുമായി സഹകരിച്ച് അടിയന്തര നീക്കങ്ങൾ നടത്തുകയാണെന്ന് സ്പാനിഷ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. നൈജീരിയയിൽ ക്രൈസ്തവർക്കെതിരെ ഇസ്ലാമിക ഭീകരാക്രമണം. നൈജീരിയയിലെ കടുന സംസ്ഥാനത്തെ ക്രൈസ്തവ ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 5 കുട്ടികളടക്കം 30ഓളം പേർ കൊല്ലപ്പെട്ടു. നൈജീരിയയിൽ വീണ്ടും ക്രൈസ്തവർക്കെതിരെ ഇസ്ലാമിക ഭീകരാക്രമണം. നൈജീരിയയിലെ കടുന സംസ്ഥാനത്തുള്ള ക്രൈസ്തവ ഗ്രാമത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 8 കുട്ടികളടക്കം 30ഓളം പേർ കൊല്ലപ്പെട്ടു. തെക്കൻ കടുനയിൽ സ്ഥിതി ചെയ്യുന്ന നരിഡോൺ ഗ്രാമത്തിലാണ് ഇസ്ലാമിക് ഭീകരരെന്ന് സംശയിക്കുന്നവർ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടത്. ഞായറാഴ്ച രാത്രിയാണ് ആയുധധാരികളായ അക്രമികൾ ഗ്രാമത്തിലേക്ക് ഇരച്ചുകയറിയത്. തുടർന്ന് ഗ്രാമവാസികൾക്ക് നേരെ ഇവർ വെടിയുതിർക്കുകയും വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും തീയിടുകയും ചെയ്തു. മണിക്കൂറുകളോളം നീണ്ടുനിന്ന താണ്ഡവത്തിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും കൊല്ലപ്പെട്ടു. ഗ്രാമത്തിന്റെ ഭൂരിഭാഗവും അക്രമികൾ അഗ്നിക്കിരയാക്കി. ആക്രമണ വിവരം സ്ഥിരീകരിച്ച ഗ്രാമപ്രതിനിധി ദോഗോണ്ടാണ് ഗുരുതരമായി പരിക്കേറ്റ 4 പേർ ചികിത്സയിലാണെന്നും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും പറഞ്ഞു. ഒരു കുടുംബത്തിലെ 5 കുട്ടികളാണ് ഒറ്റ രാത്രി കൊണ്ട് കൊല്ലപ്പെട്ടത്. ഈ കുടുംബത്തിൽ അവശേഷിച്ച ഒരേയൊരു കുട്ടി ഗുരുതരാവസ്ഥയിൽ ജീവനു വേണ്ടി പോരാടുകയാണ്. കൊല്ലപ്പെട്ടവരെല്ലാം ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവരാണെന്ന് പ്രാദേശിക ക്രൈസ്തവ നേതാക്കളും ഗ്രാമവാസികളും സ്ഥിരീകരിച്ചു. അന്തർദേശീയ ഇടപെടലുകൾ ഉണ്ടായിട്ടും നൈജീരിയയിൽ ക്രൈസ്തവ ഗ്രാമങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ അന്തമില്ലാതെ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പാകിസ്ഥാനിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ മനുഷ്യാവകാശങ്ങളോട് കണ്ണടച്ച നീതിപീഠം തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതം മാറ്റി വിവാഹം കഴിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന ക്രൈസ്തവ പെൺകുട്ടിയെ പ്രതിക്ക് തന്നെ വിട്ടുനൽകി ഫൈസലാബാദ് സെഷൻസ് കോടതി. പാകിസ്ഥാനിൽ നിന്ന് വൻ വിവാദത്തിന് വഴി തുറന്ന മറ്റൊരു മനുഷ്യാവകാശ ലംഘന വാർത്ത കൂടി പുറത്തുവരികയാണ്. തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതം മാറ്റി വിവാഹം കഴിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന 13-കാരിയായ ക്രൈസ്തവ പെൺകുട്ടിയെ കേസിലെ പ്രധാന പ്രതിക്ക് തന്നെ വിട്ടുനൽകി ഫൈസലാബാദ് സെഷൻസ് കോടതി. പെൺകുട്ടിയുടെ പ്രായം നിർണ്ണയിക്കുന്നതിനുള്ള മെഡിക്കൽ പരിശോധന പൂർത്തിയാകുന്നതിന് മുൻപാണ് കോടതിയുടെ ഈ വിവാദ ഉത്തരവ്. പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിപ്പിച്ചതാണെന്നും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെട്ടെന്നുമാണ് മനുഷ്യാവകാശ
മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമാനമായ മറ്റൊരു കേസിൽ യൂറോപ്യൻ പാർലമെന്റ് പോലും ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് ഫൈസലാബാദ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് റാണ സുഹൈൽ കേസിലെ പ്രതിയായ മൊഹ്സിൻ ലിയാഖത്തിന് ജാമ്യം അനുവദിക്കുകയും 13 വയസ്സ് മാത്രം പ്രായമുള്ള ആംബർ നദീം എന്ന പെൺകുട്ടിയുടെ കസ്റ്റഡി പ്രതിക്ക് കൈമാറുകയും ചെയ്തത്. പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് മതം മാറിയതെന്നും പ്രതിയെ വിവാഹം കഴിച്ചതെന്നും കാണിച്ചുള്ള സത്യവാങ്മൂലം അടിസ്ഥാനമാക്കിയാണ് ഉത്തരവെന്നാണ് കോടതിയുടെ വാദം. എന്നാൽ ജൂൺ 27 മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ പ്രതിയുടെ കുടുംബം ഭീഷണിപ്പെടുത്തിയാണ് പ്രായപൂർത്തിയായെന്ന് പറയിപ്പിച്ചതെന്ന് കുട്ടി മൊഴി നൽകിയിരുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ വിവാഹം നടന്നത് 2012 കുട്ടിയുടെ ജനനവർഷം 2008 വ്യാജമായി സൃഷ്ടിച്ച രേഖകളാണ് പ്രതിഭാഗം ഹാജരാക്കിയത്. എന്നാൽ ഈ മെഡിക്കൽ റിപ്പോർട്ട് വരും മുൻപെയാണ് സെഷൻസ് കോടതി പ്രതിക്ക് അനുകൂലമായി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. മാതാപിതാക്കളുടെ കണ്ണുനീരിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പ്രതിയുടെ ബന്ധുക്കളോടൊപ്പം പെൺകുട്ടിയെ കോടതിയിൽ നിന്ന് അയച്ച നടപടിക്കെതിരെ ശക്തമായ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് മനുഷ്യാവകാശ പ്രവർത്തകർ. ഷെക്കിൻ അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.